ചളവറയിലൂടെ യാത്ര ചെയ്യുന്ന ഓരോരുത്തരും ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. ഈ ഭാഗത്ത് ഉരുൾപൊട്ടലോ മറ്റോ ഉണ്ടായോ എന്ന്. അത്രയ്ക്കും പരിതാപകരമാണ് റോഡിന്റെ അവസ്ഥ. കനത്ത മഴയിൽ തകർന്ന് തരിപ്പണമായി ചളവറ കൈലേട് റോഡ്. റോഡിന്റെ പകുതിയോളം ഇടിഞ്ഞ് വലിയ ഗർത്തം രൂപപ്പെട്ടതോടെ യാത്രക്കാർ വലിയ അപകട ഭീഷണിയിലാണ്. ജലജീവൻ മിഷന്റെ പണികൾക്കായി എടുത്ത കുഴികൾ ശരിയായി മൂടാത്തതാണ് റോഡ് ഇത്ര വേഗത്തിൽ തകരാൻ കാരണമായതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ചളവറയിലെ ജനങ്ങളുടെ യാത്രാ ദുരിതം അവസാനമില്ലാതെ തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി പെയ്ത കനത്ത മഴയിൽ ചളവറ കൈലേട് റോഡ് പൂർണ്ണമായി തകർന്നു. ചളവറ ഭാഗത്ത് റോഡിന്റെ പകുതിയോളം ഭാഗം നിലംപൊത്തി താഴ്ന്ന നിലയിലാണ്. ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിക്കായി എടുത്ത കുഴികൾ താൽക്കാലികമായി മൂടിയെങ്കിലും മഴവെള്ളം കുത്തിയൊലിച്ചതോടെ 2 അടിയോളം താഴ്ചയിൽ റോഡ് ഇടിഞ്ഞു താഴുകയായിരുന്നു. ഈ റോഡ് കൂടെ ഒരാഴ്ചയായി ഈ റോഡിന്റെ അവസ്ഥ എങ്ങനെയാണ്? ഒരു 2-3 മഴ പെയ്യുന്നു. ആ 3 മഴയത്തിൽ തന്നെയാണ് JCB-കാർ വരും, കോരിയിടും, ജനങ്ങൾ വീണുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയൊക്കെ 2-3 അപകടങ്ങൾ ഇവിടെ ഉണ്ടാക്കിയതാണ്. ഇത് ഇവിടെയുള്ള ജനങ്ങൾ മൊത്തം എന്നിട്ട് തടയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. തിങ്കളാഴ്ച ചൊവ്വാഴ്ചയായിട്ട് ഇത് തടയും. ഈ റോഡ് ചാല് നല്ല പേടിയാണ്. പേടി പറഞ്ഞാൽ ഇരുചക്ര വാഹനങ്ങളടക്കം നിരവധി കുട്ടികൾ, എത്ര കുട്ടികളാണ് ഇവിടെ വിടുന്നത്, വലിയ ആൾക്കാർ. ഇപ്പം ഇന്നലെ ഇവിടെ ഇതിൻ്റെ മുന്നേ ഒരാൾ പോകും, അതിൻ്റെ മുന്നേ ഒരാൾ പോകും, ഇന്നലെ ബൈക്കായിൽ പോയിട്ട് പോകും. എല്ലാ അവസ്ഥ ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതികൾ വളരെ മോശമാണ്. മുണ്ടക്കോട്ടുകുരിശ് റോഡ് ജംഗ്ഷൻ മുതൽ താഴെ AUP സ്കൂൾ പരിസരം വരെ റോഡ് ഇപ്പോൾ ചെളിക്കുളമാണ്. റോഡിലെ വലിയ കരിങ്കല്ലുകളും കുഴികളും കാരണം കാൽനട യാത്ര പോലും അസാധ്യമായിരിക്കുന്നു. ചളവറയിലേക്ക് പോകുന്ന ചെമ്പരത്തിമാട് ഭാഗവും ഇതേ അവസ്ഥയിലാണ്. ഇപ്പോൾ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2 ദിവസത്തിനുള്ളിൽ ശരിയാവും എന്നൊക്കെ പറയണേ, എന്താ അറിയില്ല. വണ്ടി ഓടിക്കാൻ പേടിയുണ്ട്. ഇപ്പോൾ ബസ്സൊക്കെ വരണമെങ്കിൽ അങ്ങോട്ട് കയറി എടുക്കണം. പിന്നെ ഇത് പൈപ്പ് ലൈനിൻ്റെ ഇതാണ്, അതിപ്പോൾ അവർ മെറ്റലിട്ടൊരു തോർത്താണ്, പിന്നെ അത് വലിച്ചു പോയി. അതെ, വേറെ ഒന്നും അമർത്തിയിട്ടൊന്നുമില്ല, കോൺക്രീറ്റ് ഒന്നുമില്ല. ശരിക്കും കോൺക്രീറ്റ് ചെയ്യേണ്ടതാണ്, അവരൊന്നും ചെയ്യില്ല, അങ്ങനെ ഇട്ടാ പോയതാണ്, വലിച്ചു പോയി. കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം പെയ്ത മഴയ്ക്ക് ശേഷം അരമണിക്കൂറിനുള്ളിൽ മാത്രം 3 ഇരുചക്ര വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത്. പേടിയുണ്ടോന്ന് ചോദിച്ചാൽ പ്രളയം വന്ന പോലെയാണ് ഇവിടെ കിടക്കുന്നത്. ഇന്നലെ 2 പേര്, താഴത്ത് 3 പേര്. നമ്മളെ ഷോപ്പിൽ നമ്മൾ താഴത്ത് ബേക്കറിയാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഡെയിലി ഓരോരുത്തർ വന്ന് വീഴാണ്. സ്കൂട്ടിയാണ്, ചില ഓട്ടോറിക്ഷയാണ്, ചില പോയി കഴിഞ്ഞാൽ എന്തായാലും ചെയ്യുമെന്ന് ഉറപ്പാണ്. മണ്ണിട്ട് മൂടിയതാണ്, പിന്നെ മഴ ചെയ്തപ്പോ അത് പിന്നെ ഒലിച്ചു പോയി. അതിന് പൈപ്പിന്റെ പണി കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ്. കാരണം വണ്ടി ശരിയാണ്, പെട്ടെന്ന് ലേഡീസിലധികം പോയിട്ട് ചരലിലൊക്കെ പെട്ടെന്ന് മറിയുന്നുണ്ട്. 6 മാസമായി ഈ ദുരിതം തുടങ്ങിയിട്ട് വണ്ടികൾക്കൊന്നും പോകാൻ പറ്റുന്നില്ല. ജൽജീവൻ മിഷൻ പണി പാതി വഴിയിൽ ഇഴഞ്ഞു നീങ്ങുകയാണ്. മഴ കൂടി വന്നതോടെ റോഡ് മൊത്തം ഇടിഞ്ഞുപോയി. രാത്രിയിലൊക്കെ ഇതുവഴി പോകുന്നത് മരണഭയത്തോടെയാണ്. 2024 പൂർത്തിയാക്കേണ്ട പദ്ധതിയായിരുന്നു ജൽജീവൻ മിഷൻ. എന്നാൽ പണി കൃത്യസമയത്ത് തീർക്കാത്തതാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. മഴ കാരണം പണി തുടരാനാകുന്നില്ലെന്നാണ് അധികൃതർ പറയുന്നത്. മഴ തുടർന്നാൽ റോഡ് പൂർണ്ണമായും ഇല്ലാതാകുമെന്നും ചളവറയിൽ നിന്ന് കൈലേട്ടേക്കുള്ള ഗതാഗതം പാടെ തടസ്സപ്പെടുമെന്ന ആശങ്കയിലാണ് നാട്ടുകാരും വ്യാപാരികളും. എത്രയും വേഗം റോഡ് പുനർനിർമ്മിച്ച് അപകടഭീതി ഒഴിവാക്കണമെന്നാണ് ഇവിടുത്തുകാരുടെ ഏക ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചെറുപ്പുളശ്ശേരി. The pleasure of personal banking. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.